ഇന്ന് നമ്മൾ ഒരു അടിപൊളി ബീഫ് സ്പെഷ്യൽ, കൊച്ചി സ്പെഷ്യൽ വിന്താലു ഉണ്ടാക്കാൻ പോവാണ്. ബീഫ് ഭയങ്കര ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അമ്മയുടെ സ്പെഷ്യലാണിത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബീഫ് നമുക്ക് ഏത് ടൈപ്പുള്ള ബീഫാണ് നമുക്ക് കിട്ടുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ഇവിടുത്തെ ഒരു ബുച്ചർ ഷോപ്പുണ്ട്. നമ്മുടെ നാട്ടിലെ പോലത്തെ ഷോപ്സ് ഒന്നും അല്ല ഇവിടെ. അങ്ങനത്തെ എപ്പോഴും ഇറച്ചിക്കടകളൊന്നുമില്ല. കിട്ടണത് മേടിച്ചിട്ട് വരേണ്ടി വരും. പക്ഷെ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ബുച്ചർ ഷോപ്പിൽ പോയിട്ട് നെയ്യുള്ള ബീഫാണ് മേടിച്ചിരിക്കുന്നത്. കണ്ടോ, നല്ല നെയ്യുള്ള ബീഫാണ് മേടിച്ചിരിക്കുന്നത്. നെയ്യുള്ള ബീഫാണ് ഇതിന് നല്ലത്. ഇപ്പോൾ ഇവിടെ സേബാഹ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് ഡിസ്കൗണ്ട് ഫ്ലൈഷ് എന്ന് പറഞ്ഞിട്ടൊരു മെറ്റ്സ്ഗറായി ബുച്ചർ ഷോപ്പിൽ പോയിട്ടാണ് നമ്മൾ ഇത് മേടിച്ചിരിക്കുന്നത്. ഈ സുന്ദര കുട്ടപ്പന മേടിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ പാവൽ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് നമുക്ക് കാണാം. പാവൽ ഇറച്ചി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മടിയാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പം ഇങ്ങനെയാണ് ഇറച്ചി. ഇതുപോലെ നെയ്യുള്ള പീസസൊക്കെ നമ്മൾക്ക് കിട്ടാൻ പ്രയാസമാണ് ഫ്രം ഇവിടുത്തെ നോർമൽ ഷോപ്പിൽ നിന്ന്. അപ്പം ഞങ്ങൾ ഈ സ്ഥലത്ത് പോയിട്ട് ലാസ്റ്റ് ടൈം മേടിച്ചപ്പോഴത്തേക്ക് വാസ് ലൈക്ക് അമേസ്ഡ്. ഒരു ഈസി വിന്താലു ആണ് ഉണ്ടാക്കാൻ പോണത്. നിങ്ങൾക്ക് ആക്ച്വലി നാളെ ഞായറാഴ്ചയാണ്, വീട്ടിൽ ഉണ്ടാക്കാം. ഭയങ്കര ഫാസ്റ്റായിട്ട്, പക്ഷെ നമുക്ക് നല്ല അടിപൊളി വിന്താലു. അത് പോർക്ക് ഉണ്ടാക്കുന്നത് ഡിഫറെൻറ്റ് വേ ആണ്, ബീഫ് ഉണ്ടാക്കുന്നത് ഡിഫറെൻറ്റ് വേ ആണ്. ഇതെൻ്റെ വെല്ലുമിച്ചിയുടെ റെസിപ്പിയാണ്. കൊച്ചിയിൽ ഭയങ്കര ഫേമസ് ആണ്. പക്ഷേ കൊച്ചിയിലൊക്കെ ഉണ്ടാക്കണ പോലെയൊന്നും അല്ല ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കണതെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നത്. ഞാനെല്ലാം ഒരു ഊഹം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഐ ഹോപ്പ് ദിസ് ഇസ് ഗോണ ബി എ വെരി വെരി യമ്മി കറി. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഷോപ്പിൽ പോയപ്പോഴത്തേക്കിന് കുറച്ച് പൊറോട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പൊറോട്ട ഫ്രോസൺ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇറച്ചിയും കൂടിയാണ് ഇന്ന് ഞങ്ങളുടെ ഡിന്നർ. നമ്മൾ ഇത് കുക്കറിലാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഭയങ്കര ഈസി റെസിപ്പിയാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ ഇതിന് ഭയങ്കര ഫാസ്റ്റായിട്ട് നമുക്ക് പണിയെല്ലാം കഴിഞ്ഞ് കിട്ടും. അധികം നമ്മൾ പാത്രങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട. നെയ്യുള്ള പീസ് മേടിക്കാൻ മറക്കരുത്. വേറെ ഒന്നും കൊണ്ടല്ല, എന്നാലേ ആണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരുള്ളൂ. ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കിനും പോത്തിറച്ചിയില്ലേ കിട്ടുക. പക്ഷേ ഇവിടെ പോത്തിറച്ചി ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ നെയ്യുള്ള ഇറച്ചി എങ്കിലും മേടിക്കാൻ നോക്കും. അപ്പം മുകളിൽ ഇങ്ങനെ ലെയറായിട്ട് നെയ്യുള്ളത് ഇവിടെ കിട്ടും. അപ്പോൾ അത് മേടിക്കാൻ നോക്കാം. ആൻഡ് ലെറ്റ്സ് സീ. Yes. What next? Guess what? So what next? Drinking. Onions, your favorite. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വല്യമ്മച്ചിയുടെ അമ്മയുടെയൊക്കെ സ്പെഷ്യലായിട്ടുള്ള ബീഫ് വിന്താലു ആണ്. ഞങ്ങളുടെ കൊച്ചിയിലാണ് ഇത് ഭയങ്കര സ്പെഷ്യൽ. എനിക്ക് ഇത് കഴിച്ചിട്ടുള്ള മെമ്മറി എന്താണെന്ന് വെച്ചിട്ടുള്ള, വല്യമ്മച്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ബിഗ് പീസസ് ആണ്. ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ഇത്രയും നല്ല വണ്ണത്തിലാണ് ഇത് മുറിച്ചിടുന്നത്. ഒരു പീസൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ്സ് വെരി സ്പൈസി. ചുമന്ന നിറത്തിലാണ് വെല്ലുമിച്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ഉണ്ടാവുക. തലേദിവസം ഉണ്ടാക്കി വെക്കും. എന്നിട്ട് നമ്മൾക്ക് ക്രിസ്മസ്, ഈസ്റ്റർ അങ്ങനത്തെയൊക്കെയുള്ള ദിവസങ്ങളിൽ കുറേ കറികളുടെ കൂടെ ഈ ഒരു കറിയും കൂടി നമുക്കുണ്ടാവും. ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുള്ള എൻ്റെ മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുണ്ടിൽ ഇങ്ങനെ ഗ്ലാസ് എടുത്തിട്ട് വെള്ളം വെച്ചിട്ട് നടക്കും. അതാണ്, അത്ര ചുണ്ടെരിയണ രീതിയിലാണ് ഈ ഒരു സ്പൈസി വിന്താലു കറി ഉണ്ടാക്കുന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഭർത്താവ് ഇവിടെ ഉള്ളത് കൊണ്ടും എനിക്ക് വിന്താലു കറി മര്യാദയ്ക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടും ഇത് അത്ര സ്പൈസി ഒന്നും ആയിരിക്കില്ല. നമ്മുടെ ഇറച്ചിക്കറിയുടെയൊക്കെ സ്പൈസിനെസ് തന്നെ ഉള്ളൂ. പക്ഷേ എൻ്റെ അമ്മ ഇത് കണ്ടിട്ട് പേടിക്കണ്ട, ഇത് എൻ്റെ വെർഷൻ ഓഫ് വിന്താലു ആണ്. കൊച്ചിയിൽ സ്പെഷ്യലായിട്ടുള്ള കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, ഭയങ്കര ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പം നാളെ ഞായറാഴ്ചയാണ്, എല്ലാവർക്കും
ഇറച്ചി വീട്ടിലിരിപ്പുണ്ടെങ്കിൽ പടപടപടയെന്ന് ഒരു 20 മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ബീഫ് വിന്താലു. പോർക്ക് വിന്താലും ഉണ്ട്, ചിക്കൻ വിന്താലും ഉണ്ട്, ബീഫ് വിന്താലും ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ചിക്കൻ വിന്താലും ഉണ്ടാക്കാറില്ല. പോർക്ക് വിന്താലു ആൻഡ് ബീഫ് വിന്താലു ആണ് ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറ് നാട്ടിൽ. പക്ഷേ ഇന്ന് ഉണ്ടാക്കുന്നത് ഇവിടെ ബീഫാണ്. പോർക്കും ബീഫും രണ്ടും 2 രീതിയിലാണ് ഉണ്ടാക്കുന്നത്. രണ്ടിലും വിനാഗിരി ഉണ്ട്, പക്ഷേ 2 രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പോർക്കിൽ മുളക് പൊടി നമ്മൾ ഇടത്തില്ല, പച്ചമുളകാണ് മെയിനായിട്ട് ഇടുക. പക്ഷേ നമ്മൾ ബീഫിൽ മുളക് പൊടി യൂസ് ചെയ്യും. ഇതിന് വേണ്ടിയിട്ടുള്ളത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. വെരി 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 സിമ്പിൾ. അധികം സാധനങ്ങളൊന്നുമില്ല. സവാള വേണം, നല്ല രീതിയിൽ നമ്മുടെ ഇവിടെ കിട്ടുന്ന സവാള. പിന്നെ വേപ്പില, വീട്ടിലുള്ളവർ വേപ്പില ഇടുക. ദെൻ പച്ചമുളക്, ഇത്രയൊന്നും ഇല്ല കേട്ടോ, ഞാൻ എടുത്ത് വെച്ചതേ ഉള്ളൂ. പിന്നെ ഗാർലിക്, പാവലറിയാതെ ഇത് അരിഞ്ഞു പോയി, പക്ഷെ അരിയേണ്ട ആവശ്യമില്ല, നമുക്കിങ്ങനെ പൊളിച്ചു മാത്രം ഉള്ളത് മതി. ആൻഡ് ദെൻ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ് എല്ലാവരും ഒന്നും ഇടാറില്ല. ഉരുളക്കിഴങ്ങ് ഒറിജിനൽ വിന്താലൂലില്ല. ഞാൻ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നല്ല നെയ്യുള്ള ഇറച്ചിയാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നെയ്യൊക്കെ ഇതിൽ വരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഉരുളക്കിഴങ്ങ് ഇടുന്നത്. നോർമൽ വിന്താലൂല് ഉരുളക്കിഴങ്ങ് ഇല്ല കേട്ടോ. ഐ ജസ്റ്റ് പുട്ട് ഇറ്റ്. പിന്നെ ഉള്ളത് കടുക്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇസ് കടുക് ആൻഡ് വെളുത്തുള്ളി. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ സാധനം, അത് മറക്കരുത്. ദെൻ ഗരം മസാല എന്ന് പറയുമ്പം ഇതെൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ഗരം മസാലയാണ്, അതായത് അമ്മയുടെ ഒരു കൂട്ടാണിത്. പക്ഷേ നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യണ ഗരം മസാല യൂസ് ചെയ്യാം. ആൻഡ് ഇത് കൊറിയാൻഡർ പൗഡർ. അമ്മ എനിക്കറിയില്ല കൊറിയാൻഡർ പൗഡർ ശരിക്കും യൂസ് ചെയ്യുമെന്ന്, പക്ഷേ ലാസ്റ്റ് ടൈം ഞാനിത് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഇച്ചിരി കൊറിയാൻഡർ പൗഡർ യൂസ് ചെയ്ത് കൊഴുപ്പിന് വേണ്ടിയിട്ട്, ആൻഡ് ഇറ്റ് വർക്ക് പ്രിറ്റി വെൽ. അതുകൊണ്ട് ഞാൻ കൊറിയാൻഡർ യൂസ് ചെയ്യുന്നു. ഞാൻ ലേറ്റർ ഡിസ്ക്രിപ്ഷനിൽ ഇടാം എൻ്റെ അമ്മ യൂസ് ചെയ്യാറുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ഇത് നോൺ സ്പൈസി ചില്ലി പൗഡറാണ്, അതായത് നമ്മുടെ കശ്മീരി ചില്ലി പൗഡർ. പച്ചമുളകുള്ളതുകൊണ്ട് ഞാൻ കശ്മീരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, ടേമറിക് പൗഡർ ആൻഡ് പെപ്പർകോൺസ്, കുരുമുളക്, അതായത് നമ്മുടെ ഉണ്ടക്കുരുമുളക്, പൊടിച്ചതല്ല കേട്ടോ. പിന്നെ നമ്മുടെ വെള്ള കളറിലെ വിനാഗിരി, ഇവിടെ കിട്ടുന്ന ആപ്പിൾ സിഡർ വിനീഗറൊന്നും അല്ല, നമ്മുടെ മീഗ്രോസിൽ മേടിക്കാൻ കിട്ടുന്ന വിനാഗിരി. ഞാൻ അവിടെ ഇത് കണ്ടിട്ടുള്ളൂ കേട്ടോ, വൈറ്റ് കളറുള്ളത്. ഇത് ബഡ്ജറ്റിൻ്റെയാണ്, മീഗ്രോസ് ബഡ്ജറ്റിൻ്റെയാണ്. അപ്പോൾ ഇത് അവിടെ മേടിക്കാൻ കിട്ടും. പിന്നെ വേണ്ടത് നമ്മുടെ വെളിച്ചെണ്ണ. നമ്മുടെ നോർമൽ എണ്ണ യൂസ് ചെയ്ത് ഉണ്ടാക്കാം, പക്ഷേ വെളിച്ചെണ്ണ വിൽ ഗിവ് ദാറ്റ് എക്സ്ട്രാ ടേസ്റ്റ്, ഐ ഗ്യാരണ്ടി. അതുകൊണ്ട് കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ലെറ്റ്സ് ഗോ ടു ദ കുക്കിംഗ്. നമ്മൾ മേടിച്ചിരിക്കുന്ന ബീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മീഗ്രോസിലും കടകളിലൊക്കെ കിട്ടുന്ന ബീഫ് എന്ന് പറഞ്ഞാൽ ഒട്ടും നെയ്യൊക്കെ ഇല്ലാതെ പീസ്. ഇവിടുത്തെ ആൾക്കാർക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഞങ്ങൾ അതുകൊണ്ട് ഇറച്ചി മുറിക്കുന്ന കട, അതായത് ഇവിടെ സേബാഹിലൊക്കെ ഉണ്ട് ഡിസ്കൗണ്ട് ഫ്ലൈഷ് എന്ന് പറഞ്ഞിട്ടുള്ള കടയിലാണ് പോയി മേടിച്ചത്. അല്ലെങ്കിൽ ഏതെങ്കിലും ബുച്ചർ ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ നെയ്യുള്ള പീസ് മേടിക്കുക. ഇറച്ചിയുടെ ഇടയിൽ നെയ്യിരിക്കുന്നത് ആണെങ്കിലും മേടിക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ മുകളിൽ ഫുള്ള് നെയ്യായിട്ടിരിക്കുന്നതും ഉള്ളിൽ ഫുള്ള് ഇറച്ചിയായിട്ടുള്ളതുമായിട്ടുള്ള വലിയ പീസാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇഫ് സമ്മൺ ഡോണ്ട് ലൈക്ക് നെയ്യ്, ദിസ് ഫാറ്റ് പീസ്, അവർക്കത് മാറ്റിയിട്ട് ഇറച്ചി കഴിക്കാം. നമുക്ക് ഫാറ്റ് കിട്ടുകയും ചെയ്യും, അത് ഉരുകിപ്പോവും കേട്ടോ. അപ്പോൾ ഇത് മേടിച്ചു കഴിഞ്ഞാൽ നെയ്യ് ഇഷ്ടമില്ലാത്തവർക്കും ഇറച്ചി മാത്രമായിട്ട് ദേ ക്യാൻ ജസ്റ്റ് ടേക്ക് ദ മീറ്റ് ആൻഡ് ഈറ്റ്. ഇഫ് യു ഹാവ്, എന്താ പറയുക, നമ്മുടെ നെയ്യ് ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പീപ്പിൾ ഹു ഡോണ്ട് വാണ്ട് ടു ഈറ്റ് ഫാറ്റി ഏരിയ, ദെൻ ദേ കാൺ ചൂസ് പ്രോപ്പർലി ദ ഫ്ലഷ് പാർട്ട് ഓഫ് ഇറ്റ്, യുനോ. അപ്പോൾ അതുകൊണ്ട് ദിസ് പാർട്ട് ഓഫ് ബീഫ് വിൽ ഹെൽപ്പ് ദോസ് പീപ്പിൾ ആസ് വെൽ. അപ്പോൾ ഇങ്ങനത്തെ പീസസും കിട്ടും, ഇങ്ങനത്തെ പീസസും കിട്ടും. സോ ഇറ്റ്സ് വെരി വെരി ടേസ്റ്റി. നെയ്യ് ഉണ്ടെങ്കിലേ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഏകദേശം 1 കിലോ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ബാക്കി ഞാൻ ഫ്രീസറിൽ വെച്ചു. അപ്പോൾ 1 കിലോ ഇറച്ചി, അതിന് വേണ്ടിയിട്ട് എനിക്കങ്ങനെ കയ്യും കണക്കൊന്നും ഇല്ല കേട്ടോ. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഗാർലിക്കും ഒക്കെ ഇടുന്നത്. സോ നമ്മൾ നോർമലി വീട്ടിൽ കുക്ക് ചെയ്യണില്ലേ, ആ ഒരു ഊഹത്തിന് ഇടാനുള്ളൂ. ഞാൻ വലിയൊരു കുക്കല്ലാത്തത് കൊണ്ട്, ഇതെൻ്റെ ആദ്യത്തെ കുക്കിംഗ് വ്ലോഗ് ആയതുകൊണ്ടും, ഇറ്റ്സ് മൈ ഫസ്റ്റ് കുക്കിംഗ് വ്ലോഗ്, സോ ഐ ഹോപ്പ് ദിസ് ഇസ് ഗോൺ ബി, എൻ്റെ ഒരു ഊഹത്തിനാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ ഇവിടുത്തെ വെളുത്തുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വണ്ണമുള്ള വെളുത്തുള്ളി കേട്ടോ. ചൈനീസ് വെളുത്തുള്ളി എന്നാണ് പാവലിത് പറഞ്ഞത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ കുഞ്ഞു വെളുത്തുള്ളിയാണ്, അപ്പോൾ അതിന് അത്രയും പീസസ് വേണം. ഞാൻ ഇടുന്നത് ഇത്രയും നല്ലപോലെ വെളുത്തുള്ളി ഇടും. എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടം. നമ്മുടെ
ടേസ്റ്റിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ, ഒരു ഊഹം പോലെ. പക്ഷെ വെളുത്തുള്ളിയും കടുകുമാണ് ഇതിൻ്റെ സ്റ്റാർ. പിന്നെ ഞാൻ ഇടാൻ പോകുന്നത് വെളുത്തുള്ളിയുടെ കൂടെ കടുക്. അതായത് ഇത് ഞാൻ എടുത്തിരിക്കുന്ന മിക്സർ ഗ്രൈൻഡറിലിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സോ വെളുത്തുള്ളിയുടെ കൂടെ ഐ എം ഗോണ പുട്ട് 1 കിലോ ബീഫിനാണ്. കടുക് കൂടി പോവരുത്. വാട്ട് ഹാപ്പൻസ് ഇഫ് മസ്റ്റേർഡ് ഇസ് എ ലോട്ട്, അതിനൊരു കയ്പ്പ് വരും. സോ കടുക് അധികമായി പോരുത്, കുറഞ്ഞാലും വേണ്ടില്ല, കൂടി പോരുത്. ബട്ട് വിത്തൗട്ട് കടുകും നമുക്ക് പറ്റില്ല. സോ മസ്റ്റേർഡ് സീഡ്സ് ഞാൻ ഈ ഒരു എന്താ പറയുക കിലോ ബീഫിന് ഇത്രയും കടുകാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടി 1.5 ടീസ്പൂൺ കടുക്. അതർവൈസ് ഇറ്റ്സ് ഗോൺ ബി വെരി ബിറ്റർ യുനോ. ഒരു ഊഹത്തിന് അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ കടുകാണ് ഞാൻ യൂസ് ചെയ്തത്. വെളുത്തുള്ളി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഇത്രയും വെളുത്തുള്ളി ഞാൻ ഇട്ടു. ദെൻ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് വേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മ വേപ്പില അരക്കണേൻ്റെ കൂടെ ഇടാറില്ല. But I put some curry leaves also into this. If you don't have curry leaves, you don't have to put it. But authentically, ഇത് curry leaves ഇതിൻ്റെ കൂടെ ഇടാറില്ല. പക്ഷേ എനിക്ക് ഇട്ടപ്പോൾ ടേസ്റ്റ് തോന്നി. So I'm putting it. Then I'm gonna take some peppercorns. Because pepper പൊടിയായിട്ടല്ല ഞാൻ ഇടുന്നത്. ഒരു പിടി peppercorns. വേറെ പെപ്പർ പൗഡർ ഞാൻ യൂസ് ചെയ്യുന്നില്ല. കുറച്ചും കൂടി ഇടാം കേട്ടോ. അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണ് പെപ്പർ ഇടേണ്ടത്. ദെൻ ഐ എം ഗോണ ആഡ് ഓൾസോ ചില്ലി, ഗ്രീൻ ചില്ലി. അത് നമ്മുടെ എരിവിനനുസരിച്ച്. എരിവ് വേണ്ടാത്തവരിടണ്ട. ഞാനൊരു 4 ഇടുന്നുണ്ട്. ഒരു 5 ഇരിക്കട്ടെ. ഒരു ചെറിയ ഒരു കുഞ്ഞാണ്ടി 5. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ്. ബാക്കി എല്ലാം ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത്? വെളുത്തുള്ളി, ഗാർലിക്, ഗ്രീൻ ചില്ലി, കറി ലീവ്സ്, പെപ്പർകോൺസ് ആൻഡ് മസ്റ്റർഡ്. ഇത് ഇത്ര ഇട്ടിട്ട് ഐ എം ജസ്റ്റ് ഗോണ നല്ലപോലെ അരച്ചെടുക്കാം. വെള്ളം ഇല്ലാതെ, നോ വാട്ടർ. ഐ എം ജസ്റ്റ് ഗോണ മാഷ് ഇറ്റ്. നോർമലി ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിനും എന്താ പറയുക, ഞാൻ ഇതൊന്നും ഇടാറില്ല കേട്ടോ. നോർമൽ ഇഫ് ഇറ്റ്സ് എ നോർമൽ ബീഫ് കറി ദർ ഇസ് നോ നീഡ് ടു ഡു ഓൾ ദീസ് ഗ്രൈൻഡിങ് ആൻഡ് ഓൾ ദാറ്റ്. ഇറ്റ്സ് ജസ്റ്റ് ഗരം മസാല, ജിഞ്ചർ ഗാർലിക്, chili powder, that's it. No mustard, nothing. Because this is Vindaloo, mustard and pepper and garlic is very, very important. അതുകൊണ്ടാണ് ഇതിനെ Vindaloo എന്ന് പറയുന്നത്. So I'm gonna just grind it. So this is how it looks. ഇത് അരഞ്ഞ് ഇങ്ങനെ കുറുകുറാന്ന് ഇഡ്ഡലിയുടെ പോലെ ഒന്നും ആവേണ്ട കാര്യമില്ല. ഇങ്ങനെയാണ് ഇതിരിക്കേണ്ടത്. So this we keep it aside. And now the best part. I'm gonna cook it in pressure cooker. ഭയങ്കര ഫാസ്റ്റാന്ന് പറയാൻ കാരണം അതാണ്. ഇതിപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കണമുണ്ടാട്ടോ ഇത്രയും സമയം ഒക്കെ എടുക്കുന്നത്. ഇതുപോലത്തെ ഒരു പ്രഷർ കുക്കറും പിന്നെ ഒരു കുഞ്ഞു കുക്കറാണുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പാവൽ ടോൾഡ് മീ, ഞാൻ ചോദിച്ചു ഇറച്ചി കഴുകണോ? നമ്മുടെ നാട്ടിലൊക്കെ ഇൻ കേരള വി വാഷ് ബീഫ് ലൈക്ക് 2-3-4 ടൈംസ് യുനോ. പക്ഷെ പാവൽ ടോൾഡ് മീ കഴുകണ്ട. ഇവിടെ ചിക്കനും ഞാൻ കഴുകാറില്ല. ബിക്കോസ് ദർ ഇസ് ഓൾറെഡി ബാക്ടീരിയാസ് ഇൻ ദ മീറ്റ്. കഴുകി കഴിഞ്ഞാൽ ആ ബാക്ടീരിയ എല്ലാം സ്പ്രെഡ് ആവുമെന്ന്. അപ്പോൾ അതിലും ഭേദം കുക്ക് ചെയ്യണതാണ്. എന്തായാലും ബാക്ടീരിയ ഒക്കെ ചത്തുപോകും. സോ ഞാൻ വെറുതെ പ്ലെയിൻ ആയിട്ടുള്ള കുക്കറിൽ ബീഫിനെ ഇടുവാണ്. ബീഫ് ഇട്ടു. ഞാൻ ഇതിന് സവാളയൊക്കെ എൻ്റെ ഇഷ്ടത്തിനാണ് ഇടുന്നത്. സോ അതിലേക്ക് ഞാൻ സവാള ആഡ് ചെയ്യാണ്. സവാള ഞാൻ ഒരു 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഇടാം. സവാളയാണ് ഇതിൻ്റെ ഗ്രേവി കേട്ടോ. സവാള വെച്ചിട്ട് then I'm gonna add this mixture into it. കണ്ടോ, പച്ചമുളക് ഇങ്ങനെ ഇതിൻ്റെ കൂടെ അരയ്ക്കണം എന്നില്ല. പക്ഷെ ഞാനിതിട്ടത് പിന്നെ കടിക്കണ്ടല്ലോ, എടുത്ത് മാറ്റണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ്. സോ ദിസ് ഇസ് ദ മിക്സ്ചർ. കൂടെ I'm gonna put
ചില്ലി പൗഡർ, നോൺ സ്പൈസി. കശ്മീരി ചില്ലി പൗഡർ എന്ന് പറയുന്നതാണ്. ഇറ്റ്സ് ദ നോൺ സ്പൈസി വേർഷൻ ഓഫ് ചില്ലി പൗഡർ. പക്ഷെ എന്നാലും ഇറ്റ് ഈസ് സ്പൈസി. സോ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനിത് സൂക്ഷിച്ചുണ്ടാക്കുക, എരിവ് ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. കളർ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന്. റെഡ് വന്നില്ലെങ്കിലും നമ്മുടെ ഇഷ്ടമുള്ള കളർ വരാം. സോ ഐ എം പുട്ടിങ് 3 ടീസ്പൂൺസ്, പായലായിട്ടുള്ള ടീസ്പൂൺസ് ഓഫ് കശ്മീരി ചില്ലി പൗഡർ. കുറച്ച് യെസ്, പച്ചമുളകൊക്കെ ഉള്ളതുകൊണ്ട് ഇറ്റ്സ് ഗോണ ബി വെരി സ്പൈസി. ദെൻ ലിറ്റിൽ ബിറ്റ് ഓഫ് ടേമറിക് പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി, ചിരി, ദിസ് മച്ച് ടേമറിക് പൗഡർ. കാര്യം ഇത് മഞ്ഞയായി പോവരുത്. ഇതൊക്കെ എൻ്റെ ഊഹത്തിനാട്ടോ ഞാനിടുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ എം ലൈക്ക് എ പ്രൊഫഷണൽ കുക്ക് ഓർ സംതിങ്. ഞാൻ എൻ്റെ വെല്ലുമിച്ചിട്ട് പോലെയാണ് എൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യുന്നത്. Then Amma's version of masala powder, garam masala, not meat masala or anything, just garam masala ട്ടോ. കേരള ഗരം മസാല ഒരു 3 ടീസ്പൂൺ ഓഫ് ഗരം മസാല. ഞാൻ പയലായിട്ടാണ് എടുക്കുന്നത്, അല്ലാതെ ടീസ്പൂൺ അങ്ങനെയല്ല. Then I put like ഇച്ചിരി കൊറിയാൻഡർ പൗഡർ, ബിക്കോസ് if there is no coriander powder കുറച്ച് വെള്ളം പോലെ ഇരിക്കും. So I put little bit of coriander powder to make it a bit creamy. 1.5 teaspoon of coriander powder. Then into that I am gonna put some potatoes. So I'm gonna cut potatoes ഇങ്ങനെ വലുതായിട്ട്. ഇഷ്ടമില്ലാത്തൊരു പൊട്ടറ്റോസ് ഇടണ്ട കേട്ടോ. പൊട്ടറ്റോസ് നോർമലി കറിയിലില്ല. എൻ്റെ വീട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ അവർ ചോദിക്കും ഇത് എന്തുട്ടാ കാണിക്കണേ. പക്ഷെ ഞങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ ലൈക്ക് പൊട്ടറ്റോ ഇസ് എ നോർമൽ തിങ്. ഈ പൊട്ടറ്റോ നമുക്ക് പീൽ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇഫ് യു ബൈ ബേബി പൊട്ടറ്റോസ് ഫ്രം മിഗ്രോസ് ആൻഡ് ഓൾ ദാറ്റ്, യു ഡോണ്ട് ഹാവ് ടു പീൽ ഇറ്റ് ആൻഡ് ഓൾ ദാറ്റ്. ഇത് ഭയങ്കര ലൈറ്റാണ്. സോ ഇറ്റ് വിൽ ജസ്റ്റ് ഡിസോൾവ് ഇൻ ദ കറി, അതിൻ്റെ തൊലിയൊക്കെ. ബട്ട് ഇഫ് യു ബൈ ബിഗ് പൊട്ടറ്റോസ് യു നീഡ് ടു പീൽ ദ സ്കിൻ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വൃത്തികേടായിരിക്കും. ഇത് ഭയങ്കര ഫ്രഷാണ്, ഫാമിൽ നിന്നുള്ള പോലത്തെ. ഐ എം ജസ്റ്റ് പുട്ടിങ് സം പൊട്ടറ്റോസ്. ദാറ്റ്സ് ഇറ്റ്. ദെൻ ഐ എം ഗോണ പുട്ട് വിനീഗർ. ഞാൻ ഇങ്ങനെ കുപ്പി കമത്തിയാണ് ഒഴിക്കാറ്. ബട്ട് ഞാനിപ്പോൾ സ്പൂണിൽ ഒഴിക്കാം. 1 2 3 4 5 5 or 6, ബിക്കോസ് ഇതൊരു കുറച്ച് അധികം ഉണ്ട്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബീഫ്, റൈറ്റ്? ഇതിൽ പൊട്ടറ്റോയും സവാളയൊക്കെ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഐ ജസ്റ്റ് പുട്ട് 5 teaspoons of vinegar. And now I am gonna put what, Monet? Coconut oil. ഇവിടെ കോക്കനട്ട് ഓയിലൊക്കെ ഇങ്ങനെ കട്ടയാവും. അപ്പം ഞാൻ ഇങ്ങനെ കുപ്പിയിൽ നിന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട്, ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്നാണിത്, കുപ്പിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അതിനെ ഞാൻ ചൂടുവെള്ളത്തിലിട്ട് ഉരുക്കും, ആ കുപ്പി പൊട്ടിക്കുന്നതിന് മുമ്പ് തന്നെ. എന്നിട്ട് ഇതുപോലത്തെ ഐക്കയുടെ ഇതിലാക്കി വെക്കും. സോ ഇവിടെ വരുമ്പോൾ അതിങ്ങനെ കട്ടയാവുമ്പം ഐ ക്യാൻ ജസ്റ്റ് ടേക്ക് ഇറ്റ് ലൈക്ക് ദിസ് ആൻഡ് യൂസ് ഇറ്റ്, യു നോ. കുപ്പി ഈസ് ടഫ്. ഐ ലവ് എണ്ണ. സോ ഐ എം പുട്ടിങ്. ഇപ്പോൾ ഇങ്ങനെ കട്ടയായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള എണ്ണ യൂസ് ചെയ്താൽ മതി കേട്ടോ. കോക്കനട്ട് ഓയിൽ ആവശ്യത്തിന്. കാര്യം നെയ്യുള്ളതുകൊണ്ട് വി ഡോണ്ട് ഹാവ് ടു പുട്ട് മോർ ദൻ ദിസ്. എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്നത് കൈ കൊണ്ട് ഞെരടുകയാണ് ചെയ്യാറ്. സോ ഞാനത് ചെയ്യുന്നില്ല, ബിക്കോസ് എൻ്റെ നെയിൽ കളറൊക്കെ പോകുന്നതുകൊണ്ട് കൈ കൊണ്ട് ഞെരടുന്നതാണ് ഏറ്റവും നല്ലത്. ബട്ട് ഐ എം ഗോണ മിക്സ് ഇറ്റ് വിത്ത് എ സ്പൂൺ. ഓടെ മോനെ, better to mix it with a spoon, order? No? Better with the hand? Okay. പാവൽ എൻ്റെ അടുത്ത് പറഞ്ഞു കൈ കൊണ്ട് ചെയ്യാൻ. സോ ഐ എം ടേക്കിംഗ് ഓഫ് മൈ റിംഗ് ആൻഡ് gonna mix with my hands. ഇതിങ്ങനെ ഉള്ളിന്ന് നല്ലപോലെ എടുത്ത് കൈ കൊണ്ടെങ്കിൽ കൈ കൊണ്ട്
മൈ വൈറ്റ് നെയിൽ പോളിഷ് ഇസ് എ ഡിസാസ്റ്റർ മോനെ. ഇത് എല്ലാ ഭാഗത്തും ഇറ്റ് നീഡ്സ് ടു റീച്ച് എവ്രിവെയർ. ദിസ് കറി I need to put salt. I forgot മോനെ. So I need to put salt also. ഉപ്പിടണം. ഉപ്പിടാൻ മറക്കരുത്. ഇളക്കണതിന് മുമ്പ് ഞാൻ മറന്നു. ആവശ്യത്തിന്. How much ever you want. But first put little bit only. എന്നിട്ട് നമ്മൾ ഈ വിനാഗിരിയുടെ കൂടെ ഇതിനൊരു പുളിപ്പാണ്, ഒരു പുളി പുറകിൽ നിൽക്കും. അപ്പോൾ ആ പുളി വേണമെങ്കിൽ ഉപ്പും കൂടി വരണം. നല്ലൊരു മണമാണ്, ഇപ്പോഴേ മണമാണ്. ആൻഡ് വിസിലടിച്ച് കഴിയുമ്പോൾ ഭയങ്കര നല്ല മണം. സോ ഐ എം ജസ്റ്റ് മിക്സിങ് ഇറ്റ് നൈസ്ലി ഇൻ ദ പ്രഷർ കുക്കർ. ഇതിന് ടൈറ്റായിട്ടിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇറ്റ്സ് ലൈക്ക് അൺടിൽ ഹിയർ, ബട്ട് ദാറ്റ്സ് ഓക്കെ. സോ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. ഐ ഡിഡ്ന്റ് പുട്ട് വാട്ടർ ഇൻ ടു ദിസ്. ഇറ്റ് ഈസ് ജസ്റ്റ് ഡ്രൈ ആയിട്ടാണ്. പക്ഷേ ഇതിൽ നിന്ന് ഇനി വെള്ളമൊക്കെ ഇറങ്ങി വരും. ബട്ട് ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു തുള്ളി വെള്ളവും കൂടി ഒഴിക്കും, നമ്മുടെ ഒരു മനസ്സമാധാനത്തിന്. ഐ ഹാവ് ആൻ ഇൻഡക്ഷൻ കുക്കിംഗ് സ്റ്റൗ. അപ്പോൾ ഇതിൻ്റെ തീയൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഇറ്റ് ഗെറ്റ്സ് കുക്ക്ഡ്. അപ്പോൾ എന്തോരം വേവ്, നമ്മുടെ നോർമൽ ഇറച്ചിയുടെ വേവ് തന്നെ. അപ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ള അത്ര വിസിൽ യൂസ് ചെയ്യാം. ഞാനൊരു 5 വിസിലെങ്കിലും അടുപ്പിക്കും. 5 to 6 whistles I make. Why? Because Pavel likes really well cooked beef curry. So I do എന്താ പറയുക, first whistle in full flame, then in induction I put it in 6-ലിടും. എന്നിട്ട് ഒരു 4-5 വിസിലും കൂടി കേൾപ്പിക്കും. So maybe little bit more salt. നല്ലപോലെ ഇളക്കി സോൾട്ട് നോക്കിയിട്ടൊക്കെ വേണം പിന്നെ ഇടാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. പിന്നെ നമുക്ക് ഇടാമല്ലോ ആണെങ്കിൽ. So this is like this. Then now I'm gonna take a little bit of water. അറിയില്ല, പക്ഷേ ഇവിടുത്തെ ഇൻഡക്ഷൻ കുക്കർ ഐ ഡോണ്ട് ട്രസ്റ്റ് ഇറ്റ്. സോ അടിഭാഗം കരിയാം, അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. നാട്ടിലെ ഇറച്ചിക്കൊക്കെ വെള്ളം ഉണ്ടല്ലോ, ദർ ഇസ് ഓൾറെഡി a lot of water in this. നാട്ടിലെ കേരള ഇറച്ചി, ബട്ട് ഇവിടെ അത്രയില്ല. സോ ഐ ജസ്റ്റ് പുട്ട് water into it, no mixing anymore. That's it. And I'm gonna close the pressure cooker and whistle ഇട്ടിട്ടാണ് ഞാൻ വയ്ക്കുന്നത്. വിസിൽ ഇടുന്നു, സ്വിച്ച് ഇറ്റ് ഓൺ, ഫുൾ തീയിൽ. ഇനി നമ്മൾക്ക് ഈ ഫുൾ തീയിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഞാനൊരു 6:30-7 ഇട്ടിട്ട് 5-6 വിസിൽ കേൾപ്പിക്കും. ഇനി ഇറച്ചി അധികം വേവണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അത്രയും വിസിൽ കേൾപ്പിക്കണ്ട. ഞങ്ങൾ കുറച്ച് ചെറുതായിട്ടാണ് ഇത് കട്ട് ചെയ്തത്, ബിക്കോസ് ഞങ്ങൾക്ക് വലിയ പീസസ് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. നോർമലി ഇത് നല്ല വലിയ പീസസ് ആണ് കേട്ടോ, വിന്താലൂന് വേണ്ടിയിട്ട് കട്ട് ചെയ്യണ പീസസ്. നമുക്ക് ഇറച്ചിക്കടയിലൊക്കെ കിട്ടും നാട്ടിൽ. ഇവിടെ ഞങ്ങൾ ചെറുതായിട്ട് ഉണ്ടാക്കുന്ന ചെറിയ പീസസ് ആയിട്ടാണ്. ദാറ്റ് ഇസ് ഇറ്റ്. ഇതിനകത്തിരുന്ന് ഇതിനി കുക്കാവും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇതിലൊരു 4-5 വിസിൽ കേൾക്കുമ്പോഴത്തേക്കിനും സംഭവം റെഡിയാവും. പിന്നെ ഞാൻ ബാക്കി കാണിച്ചു. And we are waiting. What? I'm a nice girl or not? Cheetah. Oh, you. Why? What did I
two. It'll be fun. Tell me, Mole is good or not? Yes, she's the best. Not she. You are the Mole. best. Mole Mola, is. the best. അപ്പിള് നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് കുക്ക് ചെയ്ത് എപ്പോഴാണ് കുക്കറിൽ ഞാനൊരു 5-6 വിസിൽ കേൾപ്പിച്ചു. ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ 5-6 വിസിൽ കേൾപ്പിച്ചു. ഇപ്പോൾ ഞാൻ പ്രസ്റ്റീജിൻ്റെ പ്രഷർ കുക്കറായിട്ട് യൂസ് ചെയ്യണേ നാട്ടിലത്തെ. സോ ആദ്യം വിസിലൂരി നമുക്ക് ഓപ്പൺ ഇറ്റ്. അങ്ങനെ ആരും പൊക്കരുത്, ഇങ്ങനെ പൊക്കണം. So it's like this. So it hurts, Mona. Was steam. So ഇതിങ്ങനെയാണ് ആ നെയ്യ്. ഇറ്റ്സ് ലൈക്ക് ദ ഫാറ്റ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ കുറച്ച് നേരം ഇട്ട് ഇത് വറ്റിക്കും. ഇതിട്ടിട്ട് ഇങ്ങനെ എൻ്റെ നെയ്യ് കുറച്ചും കൂടി അബ്സോർബ് ചെയ്യിക്കും. ഞാനും അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഇട്ട് ഒന്ന് ചെയ്യിക്കാൻ പോവാണ്. കുക്ക് ചെയ്യാനല്ല, അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഉള്ളിലേക്ക് കുറച്ച് വലിയാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കണ്ട് എന്തോരം വെള്ളമായില്ലേ. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് വലിയാൻ വേണ്ടിയിട്ടാണ്. ഇളക്കി കൊടുക്കാം. ഞാൻ ഇത് യൂസ് ചെയ്യും. ഇത് തെറിച്ച് പുറത്തേക്ക് പോകാതിരിക്കാൻ ഐക്കേന്ന് മേടിക്കാൻ കിട്ടും. ജസ്റ്റ് യൂസ് ചെയ്യാം. ഫ്രോസൺ ഉണ്ട്. സോ ഐ എം ഗോണ ജസ്റ്റ് ഓൾറെഡി കുക്ക്ഡ് ആണ്. ഞാനത് പാൻ തവ ഫ്രൈ ചെയ്യാൻ. ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പം ഞാനിങ്ങനെ it burns, മോനെ. ഇപ്പം ഇത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്കിങ്ങനെ തിളച്ച് പുറത്തേക്കൊന്നും വീടില്ല കേട്ടോ. ഇറ്റ്സ് ലൈക്ക് റിയലി ഫീസ്. പാവലിന് പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങളിങ്ങനെ ഫ്രോസൺ ഇതുവരെ മേടിച്ചിട്ടില്ല. സോ ലെറ്റ്സ് സീ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഞാൻ ആ ഫ്രോസൺ പൊറോട്ട എടുത്തിട്ട് ഇങ്ങനെ റൂം ടെമ്പറേച്ചറിൽ ചുമ്മാ ഇങ്ങനെ വെച്ചു. ഡീഫ്രോസ്റ്റ് ഒന്നും ചെയ്തില്ല. സോ കണക്കൊക്കെ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ആക്ച്വലി ഇറ്റ് ബേൺസ് ഐ തിങ്ക്. അമർത്തി കൊടുക്കുകയാണ് ഇതിൽ നല്ലപോലെ. You like parota? So once the cooking is done, they used to smash it like this, you know. So the layers will come out. I think it's half cooked, so I'm gonna make it a bit fluffy. ആവശ്യത്തിന് വെള്ളമുള്ളതുകൊണ്ട് ബേബീസ് ചോറും വെണ്ടയ്ക്കോ അച്ചിങ്ങയോ ഒക്കെ എൻ്റെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റാട്ടോ. എന്തായാലും പൊറോട്ടയുടെ കൂടെ അല്ല, പക്ഷെ പവലിന് പൊറോട്ട ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഇതിവിടെ ഇരിക്കണമുണ്ടും ഇങ്ങനെ കുക്കറിൽ ചുമ്മാ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെയൊക്കെ കഴിക്കാട്ടോ. ഞാനിത് ജസ്റ്റ് ഒന്ന് അബ്സോർബ് ചെയ്യിപ്പിക്കണമെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് വെള്ളം എക്സ്ട്രാ ഒഴിച്ചിരുന്നു, പക്ഷെ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി കുക്ക് ചെയ്തിട്ടാണ് നമുക്ക് നാട്ടിൽ നിന്ന് ഇത് വരുന്നത്. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ പാൻ തവ ഫ്രൈ ചെയ്തെടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. മോനെ, ഐ മേക്ക് റൈസ് എവറി ഡേ ആൻഡ് യു ഓൾവേസ് സേ യം. I should be in marriage. പക്ഷെ ഇത് കേരള പൊറോട്ടയാണ്, പറാത്ത അല്ല. പറാത്ത ഇസ് നോർത്ത് ഇന്ത്യൻ. ദിസ് ഇസ് കേരള പൊറോട്ട.
ഞങ്ങൾ കുറച്ച് വൈനൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇപ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ട്. സോ നമ്മൾ എടുത്തു വെച്ച നമ്മൾ ചെയ്ത പൊറോട്ടേനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് സ്മാഷ് ചെയ്യും. മോനെ ബേൺസ് മോനെ. നമ്മൾ പൊറോട്ട സ്മാഷ് ചെയ്യുന്നതിലാണ് ടേസ്റ്റ്. The layers should come out, you know. ഇങ്ങനെ നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിരിക്കണേ. ഇത് ഞാൻ കുറച്ചധികം വേവിച്ചിട്ടുണ്ട് കേട്ടോ. പാവലിന് അതാ ഇഷ്ടമുള്ളത് കൊണ്ട് നിങ്ങൾ ഇത്രയും വേവിക്കണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് വേവിച്ചാൽ മതി. ദാറ്റ്സ് ഇറ്റ്. സോ ഞങ്ങൾ കഴിക്കാൻ പോവാൻ അതുകൂടി കാണിച്ചത് ഇതൊക്കെ തിരിച്ചെടുത്ത് വയ്ക്കണം ഇനി. അയ്യോ. സോ ഫോർ ലിറ്റിൽ ബിറ്റ് ഓഫ് ക്രഞ്ചിനെസ് ഐ എം ഗോണ പുട്ട് ദിസ് സവാള ഇൻ ടു ദിസ്. ഇതെൻ്റെ ആണ്. നോ വൺ ഡസ് ദിസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിടാം. പക്ഷെ എൻ്റെ അമ്മ ഇതൊക്കെ കണ്ട എന്നെ ഓടിച്ചിടും, പക്ഷെ ഞാനിടും. നമുക്ക് സവാള കടിക്കാം. നോ മല്ലിയില ഇൻ ദിസ്. നമുക്കിങ്ങനെ സവാള കറുമുറ കടിക്കാം, മനസ്സിലായോ? അതിനാണ് ഞാൻ ഇത്രയും വെച്ചത്. ഒരു തുള്ളി വെള്ളം ഒഴിച്ചുള്ളൂ, പക്ഷെ ഇത്രയും വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വന്നു. Tell me when to stop. Venta. Madi. Madi. Come on, let's eat. You don't have to smile. Oh. ഞങ്ങൾ പതി ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദി ഡിഷ് മോനെ? ഹേ ഗൂഗിൾ, സ്റ്റോപ്പ് ദ മ്യൂസിക്. ഓക്കെ ഗൂഗിൾ, സ്റ്റോപ്പ് ദ മ്യൂസിക്. Excuse me. What do you think about the curry? It's very spicy. It's very tasty. I love it. It's my favorite Indian dish. Maybe. I don't know. There's so many good. ഓക്കെ, ചോറിൻ്റെ കൂടെ ഒരു വെജിറ്റബിളും കൂടി ഉണ്ടെങ്കിൽ ഇത് അടിപൊളി. ഇതിൻ്റെ ഈ ചാറ് മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട്. വാട്ട് യു ലൈക്ക് ദ മോസ്റ്റ് അബൌട്ട് ദിസ് ഡിഷ്? It's spicy and it's with beef. I think the vinegar tastes good. It's with beef. Yes. That's it. Nothing about my cooking. I like vindaloo even if someone else cooks it, like your mom. So it's not about the cooking, it's about the dish. I think cooking is good, yes. It's like amazing. ഭയങ്കര ടേസ്റ്റ് ആയിട്ട് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. ആൻഡ് അയ്യോ, ആക്ച്വലി പാവലാണ് ആദ്യത്തെ സായിപ്പ് ഇത്ര എരിവ് കഴിക്കണം ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു പച്ചമുളകോ അല്ലെങ്കിൽ ഇത്തിരി പെപ്പർ പോലും പറ്റില്ല. ഞാൻ പ്രേമിക്കാൻ തുടങ്ങിയ കാലം തൊട്ടേ I was like, wow, സായിപ്പ് ഇത്രയും എരിവ് കഴിക്കുമോ? and I was like, win win. അങ്ങനെ ആണ് ഞാൻ ഇയാളെ സെലക്ട് ചെയ്തത്. അപ്പം ഇപ്പം നല്ലപോലെ കഴിക്കും. ഇപ്പം എരിവില്ലാത്ത ഫുഡാണെങ്കിലും പാവല് കുറച്ചും കൂടി എരിവ് കൂടുതലിടും. നോക്കി ഇറച്ചി മാത്രം എടുത്ത് കഴിക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പം എൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഞാൻ ഭയങ്കര ലേസി കുക്കാണ്. അതുകൊണ്ട് ഈസി ആയിട്ടുള്ള കുക്കർ റെസിപ്പീസ് അല്ലെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ എൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാവുള്ളൂ. ബട്ട് മൈ ഫ്രണ്ട്സ് ഇൻ ഓൾ ലവ്ഡ് ഇറ്റ്. പാവലിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. If you want Rose to cook anything for me, then like and subscribe. Otherwise, I'm gonna die of hunger. Do it for me. അയ്യേ